പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. മുരുകാ, മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് 10 ഷൂട്ട് ചെയ്താണ് സാർ. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. 7ാമത്തെ ഫൈറ്റിൽ ഞാൻ ബൂട്ടിട്ട കാലുകൊണ്ട് പാറയിൽ ചവിട്ടുമ്പോ തീപ്പൊരി പാറിക്കണമെന്ന് പറഞ്ഞിട്ട് രജനി സാറിന്റെ ഒരു പടത്തിൽ അതേ ഷോട്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞപ്പോ ഉണ്ടോ? ഓക്കെ, എങ്കിൽ ഞാൻ ചവിട്ടുമ്പോ പാറ പൊട്ടി വെള്ളം ചീറ്റിക്കാമായിരുന്നില്ലേ? എടാ, ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാറക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. സ്റ്റണ്ട് മാസ്റ്റർ കുശിലൈ മണിയെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ചൊക്കലിംഗം എന്നെ തൊഴിക്കുമ്പോ അവന്റെ കാലിൽ കെട്ടിയ കമ്പി വലിക്കാൻ പറഞ്ഞിട്ട് ആ കുഷ്മാണ്ടൻ എന്റെ കാലിലെ കമ്പി വലിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാ സാർ ഉശിലൈമണി പറയുന്നത്. സാറിനെ പോലുള്ളൊരു ബെഡ് റെസ്റ്റ് എടുക്കേണ്ട പ്രായത്തിൽ സ്റ്റണ്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന അയാള് പറഞ്ഞത്. ബെഡ് റെസ്റ്റ് എടുക്കാൻ അവന്റെ അമ്മായിയമ്മയോട് പറ. വട്ടവിള ജയകുമാറിന് പ്രായമില്ലേ? താനൂർ അബ്ദുള്ളക്ക് പ്രായമില്ലേ? അവരൊക്കെ 50-100 പേരെ ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇടിച്ചോണ്ട് നിന്നാ മതിയോ? കുശിലൈമണി എന്റെ ഒരു പടത്തിലും ഇനി അവൻ ഉണ്ടാവില്ല. വിളിച്ചാലും വരത്തില്ലെന്ന് അയാളും പറഞ്ഞു. ഇനി തന്റെ പടവും ഞാൻ ചെയ്യില്ല. ഓ, സന്താനം, സന്താനം. ആരുടെ സന്താനമാണ് സാർ? തന്റെ സന്താനമല്ല, ഡ്രൈവർ സന്താനം. സാർ എങ്ക പോയി പുളിച്ചിട്ടിരിക്കാൻ കഴുത. എടുത്ത വണ്ടി. Oh my God. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളെ കൊതിച്ചോരെ, സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഇനിയുണ്ട്, കാണിച്ചു തരാം. അയ്യോ, KVR തോർത്തുമുണ്ടുകൾ ഇതുപോലെ തലയിൽ കെട്ടാനും തോർത്താനും തളപ്പ് കെട്ടി തെങ്ങിൽ കയറാനും അത്യുത്തമം. കടുപ്പം തന്നെ. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. ഈ പരസ്യങ്ങൾ കോടതിയിൽ കാണിച്ചാൽ ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആ നിമിഷം നിനക്ക് ഡൈവേഴ്സ് കിട്ടും. ആ, വരുന്നുണ്ടെന്നാ തോന്നുന്നേ. കാണിച്ചത് നിനക്ക് ജോക്കർ ഉണ്ടോ? ഇപ്പൊ ഒരു ജോക്കർ ഇവിടെ വന്നു. നീലിമേ, എനിക്ക് നടക്കാൻ വയ്യ, ഒന്ന് എന്നെ വന്ന് പിടിക്കൂ. എനിക്കിവിടെ ലൈഫ് കിട്ടിയിട്ടില്ല, അപ്പോഴാ. നീലിമേ പ്ലീസ്. ഇത്രയും വലിയ ഹീറോ വേറെ ആളിന്റെ സഹായത്തോടെ ഇപ്പൊ നടക്കുന്നതിന് ആളുകൾ അറിഞ്ഞ എന്ത് മോശമാണ് സരോജ്. അത് ശരിയാ. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? വെക്കടാ, സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നീലിമേ, എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങെടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്? ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്തോളൂ. എന്നാ നമുക്ക് ഈ ഡിന്നർ അങ്ങ് കഴിച്ചാലോ? ഞാൻ എപ്പോഴേ കഴിച്ചു. സരോജിനുള്ളത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജോലിക്കാരൊക്കെ ഉറങ്ങി കേട്ടോ. രാവിലെ മുതൽ കഷ്ടപ്പെടുന്നതല്ലേ, വിളിച്ചുണർത്തി ഉപദ്രവിക്കണ്ട.
ഹിറ്റ് അണ്ണാ സൂപ്പർ ഹിറ്റ് അണ്ണാ നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ് സൂപ്പർ ഹിറ്റ് മൈൻഡ് ചെയ്തില്ല സൂപ്പർ ഹിറ്റ് പേടിക്കണ്ട ഞാനാ മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ് ഇവിടെ സാർ എണീറ്റില്ലേ സാർ അവിടെ സ്വിമ്മിംഗ് പൂള് വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കാം. ആണോ നിക്ക്, സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക എന്തോ അപ്ലാസ് ഞാൻ വേഗം ചെന്ന് പറയട്ടെ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സരോജ് സാറേ കുളി മതിയാക്കി വേഗം കയറി വാ സാറേ വെക്കടാ വെടി സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി വടപളനി കോവിലിൽ നേർച്ച ഉണ്ടായിരുന്നു ഇതാ പ്രസാദം ആഹാ അപ്പൊ വെക്കടാവടി ഹിറ്റായോ? കൊള്ള ഹിറ്റ് ആയോന്നോ ബമ്പറാ സാറേ ചെന്നൈയിൽ 6 ഇടത്താണല്ലോ റിലീസ് ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം എന്റെ സാറേ 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി പിന്നെ കെട്ടിടത്തിന്റെ ടെറസിൽ കൂടി ബൈക്കിൽ പറന്ന് വന്ന് ഒരു പോറൽ പോലും പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ സത്യം സാർ കോരി കോരി തരിച്ചു പോയി சார் யாரோ ஒரு கடல் வண்டி மாதவன் கேட்ல வெயிட் பண்ணிட்டு இருக்கு. കടൽ വണ്ടി മാധവനോ അതാരാ ആ കടലുണ്ടി മാധവൻ പുതിയൊരു ഡയറക്ടറാ വരെ സൊല്ല. சரி சார். അതെ സാറൊരു കാര്യം അറിഞ്ഞോ വെക്കടാവടി പൊട്ടാൻ വേണ്ടി വട്ടവിള ജയകുമാർ ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് അവനൊക്കെ സ്വയം നശിച്ചോളും. താനൂർ അബ്ദുള്ള മംഗലാപുരം പള്ളിയിൽ നേർച്ചയായിട്ട് ഒരു ആടിനെ കൊടുത്തു നമ്മുടെ പടം പൊട്ടാൻ സാരമില്ല, അടുത്ത ആഴ്ച അവന്റെ ചുറ്റിക്കളി തട്ടിക്കളി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പള്ളിയിൽ 100 ആടിനെ കൊടുക്കും. ദൈവത്തിന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ലടാ. ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നോ ദൈവം അവരുടെ കൂടെ നിൽക്കും. അത്രേ ഉള്ളൂ. ഈ വെക്കടാവെടി മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി. ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ? ജൂലൈയിൽ ഇരുകാലി മൃഗം. നല്ല പേര്. ഇതിൽ ആരാണ് സാർ ഇരുകാലി? ഞാനല്ലാതെ വേറെ ആര്? എനിക്ക് തോന്നി. പക്ഷെ ക്ലൈമാക്സിൽ ഞാൻ നന്നാവും. അത് വേണമല്ലോ. ഗുഡ് മോർണിംഗ് നമസ്കാരം സാർ. ആ മിസ്റ്റർ കടലുണ്ടി. സാർ ശബ്ദം. മിസ്റ്റർ കടലുണ്ടി, ഇന്നത്തെ കാണോ ഞാൻ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നത്? അതെ സാർ. എങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് പോയിക്കോളൂ. എനിക്കിന്ന് വേറെ 17 കഥകൾ കേൾക്കാനുള്ളതാ. 17 അല്ല സാർ, 28. ഓ വലഞ്ഞത് തന്നെ. എങ്കിൽ കഥ തുടങ്ങിക്കോളൂ. സാർ ഇദ്ദേഹം ഇത് മുട്ടത്തറ ബാബു, സരോജ് കുമാർ ഫാൻസ് അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ എന്റെ മേക്കപ്പ് തൊട്ട് എല്ലാം നോക്കുന്നത് ഇവനാ. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണോന്ന് പറഞ്ഞാൽ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തുടങ്ങൂ, ബാബു അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ പറയുന്ന കഥ ലോ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടാലല്ലേ പടം ഹിറ്റാകൂ. അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ കഥകളും ബാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാ ഞാൻ നോക്കുന്നത്. കഥ പറഞ്ഞോളൂ. സാർ ഒരു ചെത്തുകാരനാണ്. അതെ, ഞാൻ ചെത്തുകാരനാണ്. അതുകൊണ്ട് കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ സാർ. കൊള്ളാം, ചെത്തുകാരൻ. കറക്റ്റ് ലുക്ക. അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ? പുതുമ പുതുമ. കഥ തുടങ്ങുമ്പോൾ ഈ ചെത്തുകാരൻ ദരിദ്രനാണ്. അത് കുഴപ്പമില്ല. പക്ഷെ എത്ര ദരിദ്രനാണെങ്കിലും ജീൻസും ടൈറ്റ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ആള് തെങ്ങി കയറൂ. അല്ല, അതൊക്കെ ധരിച്ചാൽ സാറിന് തെങ്ങമ്മക്കാരൻ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ തെങ്ങിൽ കയറുന്നതായി ക്ലോസപ്പിൽ ഇങ്ങനൊരു ഷോട്ട് കൊടുത്താൽ പിന്നെ കയറുന്നത് ഡൂപ്പായിരിക്കുമല്ലോ. ഓക്കെ സർ, ഓക്കെ സർ. പെട്ടെന്ന് കഥ പറയൂ. ഭയങ്കര കഠിനാധ്വാനിയായ ഈ ചെത്തുകാരൻ ഒരു ദിവസം തന്നെ 100 തെങ്ങിൽ കയറും. അങ്ങനെ തെങ്ങിൽ കയറി തെങ്ങിൽ കയറി 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 തെങ്ങിന്റെ മണ്ടയ്ക്കെത്തും. ഒന്ന് വേഗം കഥ പറഞ്ഞു തൊലക്കടോ. ഇയാളുടെ ഒരു കയറി 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 അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് അയാൾ IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. എന്നിട്ട് സാറ് മുങ്ങി. മുങ്ങിയ പൊങ്ങുന്നതിന് മുമ്പ് കഥ പറഞ്ഞു തീർത്തോ? ഇല്ലെങ്കിൽ ബാക്കി കഥ സാറുണ്ടാക്കി തനിക്ക് പറഞ്ഞു തരും. മെഗാസ്റ്റാറുകളൊക്കെ അങ്ങനെ ക്യാരക്ടർ പറഞ്ഞാൽ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. സാർ കഥ കൊള്ളാം. നമുക്ക് സാറിനെയും കുറച്ച് സഹചെത്തുകാരെയും വെച്ച് ഒരു ഗ്രൂപ്പ് ഡാൻസിന് ചാൻസ് ഉണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ചെത്തുകാരന്റെ ബാക്കി കഥ കിട്ടി. പറഞ്ഞു തരാം. ബാബു ഇവരെ അകത്ത് കൊണ്ടുപോയി ഇരുത്തു. ഞാനിപ്പോ വരാം. ശരി സാർ. ഇപ്പൊ എങ്ങനെയുണ്ട്? അകത്തോട്ട് വരൂ. ഹിന്ദി നായികമാര് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സാറിന്റെ കാൾ ഷീറ്റ് പ്രയാസമായിരിക്കും. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്.
ചെത്തുകാരൻ ഒരു സാധാരണ ചെത്തുകാരനായിരിക്കില്ല. സർ സ്കോച്ച് എടുക്കാറായോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? എന്താ ബാബു, ഈ ബുധനാഴ്ച ഞാൻ കോണിയാക്കല്ലേ കഴിക്കുന്നത്? Sorry, sir. ഞാൻ പറയാം, 100 തെങ്ങിലൊന്നും എന്റെ ചെത്തുകാരൻ കയറുകയില്ല. ചെത്തുകാരന്റെ കഠിനമായ അധ്വാനം കാണിക്കാനാണ് സാർ ഒരുപാട് തെങ്ങിൽ കയറുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഒരു തെങ്ങിന്റെ മണ്ടയിൽ കയറി ചെത്തിക്കഴിഞ്ഞാൽ ആടി ആടി ആ തെങ്ങ് വളച്ച് ഈ ചെത്തുകാരൻ അടുത്ത തെങ്ങിലേക്ക് ചാടുകയാണ്. കവുങ്ങാണെങ്കിലല്ലേ സാർ അങ്ങനെ വളയ്ക്കാൻ പറ്റൂ? ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഈ മെഗാസ്റ്റാർ ഏത് തെങ്ങും വളയ്ക്കും. ഗ്രാഫിക്സിലൂടെ തെങ്ങ് വിളക്കാലോ. ആളുകൾ വിശ്വസിക്കുവോ സാർ? ബാബു ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? അതെ. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. വിളിച്ചത് വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. നീലിമ, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. കുടിച്ച ബോധം കെടുന്ന സാധനമാ നല്ലത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്രേ. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ആകെ 3-4 പേരെ എണീറ്റുള്ളൂ. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. താനൂരെ, താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. സരോജിന്റെ വെക്കടാവേടി കണ്ടപ്പോ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. സാർ, എങ്കിൽ മേക്കപ്പ് ചെയ്യാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കോടമ്പക്കത്ത് ഒരുമിച്ചുണ്ടായിരുന്ന റഫീഖാണ് ഞാൻ. എടോ രാജപ്പൻ തെങ്ങിമൂടെ, ഇവിടെ 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 ഇവിടെ. ഇതാര് റഫീഖോ? എത്ര നാളായി കണ്ടിട്ട്? സിനിമയിൽ തന്നെയാണോ ഇപ്പോഴും? അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. പഴയ സൗഹൃദോർത്തൊന്നും മിണ്ടിക്കളയാമെന്ന് വന്നപ്പോ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞതുപോലെ ഈയിടെ ഏതോ ഒരു ചെറിയ പടത്തിലെ അഭിനയത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയല്ലേ? ചെറുതോ വലുതോ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെ ഒപ്പിച്ചെടുത്തു ഈ നാഷണൽ അവാർഡ്? എടോ രാജപ്പ, താൻ പത്മശ്രീയും ഡോക്ടറേറ്റ് ഒപ്പിച്ചെടുത്തില്ലേ? അതുപോലെയല്ല, ഞാൻ അഭിനയിച്ചിട്ടാ. ഹിന്ദി പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഹിന്ദി പഠിക്കുന്നു കേട്ടു. ഉദയഭാനു ഇപ്പോൾ ഹിന്ദി പടം ചെയ്യുകയാണല്ലോ. ചാൻസിന് വേണ്ടി സ്ഥിരമായി വിളിക്കാറുണ്ടല്ലേ. പിന്നെ പച്ചാളം ബാസി, ലുധിയാന, നിജലിംഗപ്പ, കേണൽ. റഫീഖ് സാറേ, എനിക്ക് സാറിനോടൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് വരൂ. താൻ എന്നോട് എന്ത് രഹസ്യം പറയാനാ? 1 മിനിറ്റ് സാറേ, ഒരേ 1 മിനിറ്റ്. സരോജ് കുമാർ സാറിന്റെ 10,000-ഓളം ഫാൻസുകാർ സ്റ്റേഡിയത്തിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോ റഫീഖ് സാറിന് അറിഞ്ഞുകൂടാത്ത ഒരു സത്യം ഞാൻ പറയാം. ഈ ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല, കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇനിയും സരോജ് സാറിനോട് മറ്റേടത്ത വർത്താനം പറഞ്ഞാൽ താൻ അറിയും. ഒരു മെഗാ സ്റ്റാറിനോട് ഒരു പീറ നടൻ ഇങ്ങനെയാണോടോ സംസാരിക്കുന്നത്? ഞാനൊരു സിഗ്നൽ കാണിച്ചാൽ കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. താന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി കളിക്കും. പാറട്ടെ. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ? അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് മാപ്പ് തരണം. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പലതും ചെയ്യേണ്ടി വരും. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രായച്ചിത്തം ചെയ്യാം. ആളുകൾ കാണണ്ട. ഓക്കെ, എന്നാ വാ വാ, വഴിക്ക് വാ. എന്തിനാ നമ്മിപ്പിങ്ങ് വന്നത്? പ്രായച്ചിത്തം. ഓ, വിളിക്കട ചേട്ടന്റെ കോട്ടയം സംഘത്തിനെ വിളികള. എനിക്ക് ജയ് വിളിക്കാൻ
ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും? ഓക്കെ, വേദന കുറവുണ്ടെങ്കിൽ ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നാൽ നന്നായിരുന്നു. ഞാൻ വരാം സാർ. ഓക്കെ. ദൈവമേ, സ്റ്റെപ്പാ. അല്ല മൈക്കൊക്കെയാണ് സാർ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറി നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെ ആണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങിയല്ലോ. അതുപോലുള്ള ചവറ് സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപ ഒരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയത്. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്തു തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ. അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10-50 തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേര് എന്നെയാണ് അനുകരിക്കുന്നത്. മലയാള സിനിമയുടെ നിലവാരം ഇത്രയേറെ അധപ്പതിക്കാൻ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ താരാധിപത്യ പ്രവണതയാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ മൂളികളെ പിടിച്ച് നിങ്ങൾ സംവിധായകരാക്കും. എന്നിട്ട് പഴഞ്ചൻ ഫോർമുലകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൽഗുണസമ്പന്നനായ 50 പേരെ ഇടിച്ചു തോൽപ്പിക്കുന്ന, പാട്ടും കൂത്തും ഇടിയും തൊഴിയുമായി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള പീറനായകന്മാർ മലയാള സിനിമയെ തോലച്ചു. നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ തന്റെ മറ്റവനാ കിഴങ്ങൻ. അങ്ങോട്ട് വഴിയില്ല. ഇങ്ങോട്ട് വാ. എന്നെ തുടരുത്. ഞാൻ പത്മശ്രീയാണ്, ഞാൻ ഡോക്ടറാണ്. ഞാൻ കയറി പെട്ടെന്ന് എടപ്പള്ളി ബംഗ്ലാവിലേക്ക് വിട്ടോ. അയ്യോ, നിർത്ത് നിർത്ത്. സാറ് കയറില്ല. വണ്ടി നിർത്ത്. ചവിട്ടിപ്പോ.
സാറിന് ഇത്രയും സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാതെ ആദ്യം താനം കൂടിയല്ലേ? ആശുപത്രി കിടക്കുന്ന നേരിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. എന്നാലും സിനിമയിൽ 10-20 വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചിടുന്നത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്. അതുപോലെ സാർ അവന്മാരെ ഇടിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ചു. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത്. കുറെ ബിരിയാണിയും വെള്ളത്തിലായി. പക്ഷെ സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാന്ന് അതെന്റെ വിചാരം. എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവർ ആ കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അടച്ചു പറയരുത് സാർ. ഒന്നും തന്നില്ലേലും ഞാൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ. അതിന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? പണക്കാരാണ് നിങ്ങളുടെ ശത്രുക്കളെന്ന് ഇവിടുത്തെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് സാറേ. എല്ലാവരെയും കൊല്ലണം. സാറേ, ടിവിക്കാര് തല്ലാൻ മരുന്ന് ഓടിക്കോ. എന്തുവരി സാറേ, ഞങ്ങളിത് 2ാമത്തെ റൗണ്ടാ. സാറ് ഒരു റൗണ്ടിന്റെ കാൽഭാഗം പോലും ആയില്ലല്ലോ. ദേ, ആ റൗണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ GTI പണിഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാ വൈകുന്നേരം വരെ ഓടിക്കും. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. കൈനനയാതെ കേണലാവാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വയ്യേ. എങ്ങനെ ഇന്ന് രക്ഷപ്പെടും പട്ടാളക്കാരാ? ഒരു കാര്യം ചെയ്, തൽക്കാലം ആ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന് കിതപ്പ് മാറ്റിക്കോ. ഞങ്ങള് 6ാമത്തെ റൗണ്ട് ഓടിയെത്തുമ്പോ കൂടെ കൂടിയാ മതി. ചീറ്റിയുടെ കണ്ണിൽ പെടാതിരുന്ന ഭാഗ്യം. താങ്ക് യു പട്ടാളക്കാരാ. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അബൽ ബാന്ധവ, കൈവിടല്ലേ. സാറേ, ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിപ്പോ GTI തൊട്ടടുത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇൻസ്ട്രക്ഷൻസ് തരും. ബായമുട്ട് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് നടക്കണം. ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ ദഹനക്കേടല്ല, ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നടക്കണം. പീച്ചേമുട്ട് പിറകിലേക്ക്. ഏത് മൂഡ് ആദ്യം പറയും? അതെനിക്കെങ്ങനെ അറിയാം? ശ്രദ്ധിക്ക്. ബായെ ഇടത്തോട്ട്, ദഹിനെ വലത്തോട്ട്. ഓക്കെ? साहब जी, आप कहाँ जा रहे हो? वापस मुड़ के जाओ। सरोज साहब, ये उल्लू लोग कहाँ से निकल के आ रहे हो? സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുണ്ടോ? നമുക്കേ ആ ഇൻസ്ട്രക്ടർക്ക് എന്തെങ്കിലും കൈമണി കൊടുത്താലോ? കുതന്ത്രങ്ങളെ കയ്യിലുള്ളൂ അല്ലേ? ഞാൻ കേണലാകാൻ പോകുന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞു പോയില്ലേ പട്ടാളക്കാരാ? അല്ല രാജേഷിന് ഞാൻ സിനിമയെ ചാൻസ് വാങ്ങിച്ചു തരാം. ദേ, പിന്നെയും കൈക്കൂലി. സോറി സാറേ, ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നാളത്തെ സെറിമോണിയൽ പരേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുൾ ഡ്രസ്സിൽ നമ്മൾ മാർച്ച് ചെയ്ത് മുന്നോട്ട് നടക്കും. സാർ ഏറ്റവും മുമ്പിൽ. വേദിയിൽ സുപ്പീരിയർ ഓഫീസർ സല്യൂട്ട് സ്വീകരിക്കാൻ നിൽപ്പുണ്ടാവും. ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ വലത്തോട്ട് തലചരിച്ച് സല്യൂട്ട് ചെയ്യണം. കാണിക്കാം. ഇത്രേ ഉള്ളൂ. ഇത് ഈസി അല്ലേ?
मेरे भरा बच्चा बचा बचा यार बच गया ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറച്ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം ബാസ്. ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പൊ നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യയൊന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ. ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ ഗീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ 3/4 പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ ഗീർവാണ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ. വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തിന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക തന്നെയായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാൽ വിധി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലും ലൂധിയാനയിലും ഓരോരുത്തന്റെ കാലിലൊക്കെ നടന്നത് ഈ ഞാനാ. അതൊന്നും താൻ മറക്കണ്ട. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ. നീ ഇറങ്ങി പോടാ. പിടിക്കവനെ, പിടിങ്കോ, പിടിങ്കോ. അന്ത തിരിട പിടിങ്കോ, അന്ത ഓമാലെ പിടിങ്കോ. അയ്യോ, யாராவது பிடிங்கோ. സരോജെ, പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. വെടിവെക്കല്ലേ, ഇനിയെങ്കിലും വെടിവെക്കല്ലേ. അയ്യോ, അയ്യോ,
ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിലെ മാതിരി വേദന ശയിപ്പിക്കാൻ പെയിൻകില്ലറോ ബോധം കെടുത്തൊന്നും ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദമാണല്ലോ, എളുപ്പം കിറങ്ങിയ. ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്ന് അർത്ഥമുള്ളൂ. അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കരുത്, വെടിവെക്കല്ലേ. നിർത്തോ. ആരാ ഇല വെടിവെച്ചേ? അല്ല, പെട്ടെന്ന് ഞാൻ എന്തോ ഓർമ്മിച്ച്. രോഗി ഭയചകതിനുമാണ്, ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടിവരുന്നാ തോന്നണം. ആ വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ഫാൻസുകാര് ഫോണിൽ വിളിച്ച് കളിയാക്കുക. എന്തരടെ നിന്റെ സാറിപ്പം ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളത്? അവര് പറഞ്ഞത് സത്യമല്ലേ? പന്നകള്. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേരെ അടിച്ചു കയറയല്ലേ. ആ ശ്യാമെന്ന് പറയുന്ന ചെക്കനെ ആളുകൾക്ക് എന്ത് ഹരാന്നറിയോ? അവനാണെങ്കിൽ കഥ കേട്ട് ചർച്ച ചെയ്ത് തിരക്കഥ വായിച്ച് ഇഷ്ടപ്പെട്ടാലേ പടം ചെയ്യുന്നുള്ളൂ. അതും വർഷത്തിൽ 1 or 2. അങ്ങനെയാ വിവരമുള്ളവര്. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ. അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. ഇനിയുള്ള പടങ്ങളിൽ ഞാനും പാടും. ഇനി ഏത് പടം? പലരും ഇംഗ്ലീഷ് പടങ്ങൾ കണ്ട നല്ല കഥകൾ മോഷ്ടിക്കുന്നത്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചാലോ സാറേ? മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെ ഇംഗ്ലീഷ്. സാറിന് ഇംഗ്ലീഷ് പഠിച്ചൂടെ? എന്നിട്ട് വേണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടൻ എന്നുള്ള ചീത്തപ്പേര് വാങ്ങാൻ. എടാ ബാബു, പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പം ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. കൊറേ പൊളിക്കും. അവള് ചലയ്ക്കും, സാറിനെ തൊലയ്ക്കും. സെക്യൂരിറ്റി, വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ചെന്നൈ. ഞാൻ മലയാളിയാണ്. ഈ വീട് റെയ്ഡ് ചെയ്യാൻ വാറണ്ട് ഉണ്ട്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. റെയ്ഡോ? എന്റെ വീട്ടിലോ? ഞാൻ കേണലാണ്, പത്മശ്രീയാണ്. എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. അതേ സർക്കാർ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞാൻ ഭരതാണ്, ഡോക്ടറാണ്. ഇത് തീക്കളിയാണ്. ഞാനിപ്പോ കേന്ദ്ര ധനമന്ത്രിയെ വിളിക്കും. പുറത്ത് പോലീസുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള മുറികളൊക്കെ റെയ്ഡ് ചെയ്യൂ. മുകളിൽ ഒന്നുമില്ല. എവിടെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ അത് കാളക്കൊമ്പ. പക്ഷെ ന്യൂസ് പുറത്തുവിടുമ്പോ ആനക്കൊമ്പാണെന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല.